ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം. ഓക്കെ, ഇതുവരെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ല എങ്കിൽ ഇന്നത്തെ ദിവസം പറയാനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോൾ പറയണേ. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറയണം. ഓക്കെ, എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ? ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് ആണ് വന്നിട്ട് 2 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആശയം നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങി പുറപ്പെടുന്ന ഒരു എനർജിയാണ്. ഇറങ്ങിത്തിരിക്കുക, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. അതിന് ചിലപ്പം ഒരു റൂമൊക്കെ ആവശ്യമുള്ള ഒരു പദ്ധതിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ റൂം അന്വേഷിച്ച് പോവുക. അല്ലെങ്കിൽ നിങ്ങൾ യാത്ര പുറപ്പെടാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പർച്ചേസിങ്ങിന് പോവുക. 2 ഓഫ് വാണ്ട് എന്ന് വെച്ചാൽ ഗ്ലോബും പിടിച്ചിട്ട് കടലിലേക്ക് നോക്കി നിൽക്കുന്ന ആളാണ്. അപ്പം യാത്ര പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കുക. പിന്നെ ഇപ്പം വിദേശത്തേക്ക് പോകാനാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ നോക്കുക, അല്ലെങ്കിൽ ടിക്കറ്റ് നോക്കുക, വിസ നോക്കുക. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അതുപോലെ സെർച്ച് ചെയ്യുന്ന എനർജിയാണ്. ഈ വിദേശത്തേക്കാണെങ്കിലും സ്വദേശത്തേക്കാണെങ്കിലും പോകാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന എനർജിയാണ്. നിങ്ങളുടെ മനസ്സിലെ പദ്ധതികളുടെ എന്തൊക്കെ റിസോഴ്സുകളുണ്ട്, ഇനി എന്തൊക്കെ വേണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയും അന്വേഷിക്കുകയും സെർച്ച് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് 2 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതായത് ഒരു തീരുമാനം എടുക്കുന്നു, അതുമായിട്ട് ഈ ആശയവുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് ഒരു തീരുമാനം എടുക്കുന്നതാണ്. ചിലപ്പോൾ ഒരു ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ച് അതിലൊരു തുടങ്ങാം എന്ന് തീരുമാനം എടുക്കുന്നതാവാം. യാത്ര പോകാനായിട്ട് കൺഫർമേഷൻ കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പർച്ചേസിങ്, യാത്രാ ടിക്കറ്റ്, ഇതങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. പിന്നെ നിങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം പടം വരയ്ക്കുക, ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമാണെങ്കിൽ പോകണോ വേണ്ടയോ, അത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫർമേഷൻ എടുക്കുന്ന ദിവസമാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അധികമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നതായിട്ടും കൂടുതൽ സമയം നിങ്ങൾ ഇങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫോൺ അധിക സമയം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ സമയം അധികമായിട്ട് നഷ്ടപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. റീൽസ് കണ്ട് വെറുതെ ഇരുന്ന ഒന്നും സംഭവിക്കില്ല എന്നല്ല ഇപ്പോൾ പരസ്യം കാണുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. ദെൻ 10 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഓവർ ബേർഡൻഡ് ആണ്. തലയിൽ അധികമായ ബാധ്യതകൾ വരുന്നു എന്നാണ്. ചില ചിന്തകൾ വന്നിട്ട് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. ചുമ്മാതാണ് കേട്ടോ. ലിറ്ററലി ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നു. അതായത് എന്ത് ചെയ്യുമെന്നൊരു എത്തും പിടിയില്ലാതെ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ തലയിലേക്ക് ഒരുപാട് ചിന്തകൾ വരുന്നതിനെക്കുറിച്ചാണ് ഈ 10 ഓഫ് വാണ്ട്സ് പറയുന്നത്. അതായത് തലയിൽ എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം തലയിൽ വരിക, കൂടുതൽ ബാധ്യതകൾ വരിക, കൂടുതൽ ജോലികൾ വന്നു ചേരുക, കൂടുതൽ ചിന്തകൾ വന്നിട്ട് ഒന്നിനൊന്നിനും പരിഹാരം ഇല്ലാതെ അത് ഉപേക്ഷിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അതൊക്കെയാണ് 10 ഓഫ് വാണ്ട് പറയുന്നത്. അപ്പോൾ ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് കുറച്ച് സ്ട്രഗിൾഡ് ആയിരിക്കും. കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടി വരും. മറ്റുള്ളവർ പറയുന്ന കുറ്റങ്ങൾ കേട്ടിട്ട് അവരുടെ കർമ്മ എടുക്കേണ്ടി വരും. മറ്റുള്ളവരായിട്ട് കൂടുതൽ സംവദിച്ച് അവരോടധികം സമാധാനിപ്പിക്കാനൊന്നും ഇന്നേ ദിവസം പോകേണ്ടതില്ല. അതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതിനുള്ള കൂലി ഇന്ന് ചോദിച്ച് മേടിച്ചോണം. അവരുടെ കർമ്മ എടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് പറഞ്ഞു കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അതുപോലെ അമിത ഭാരം തലയിൽ വരുന്നു എന്നാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യാനുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു ഒളിവില്ലാത്ത അവസ്ഥയാണ് ഈ 10 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കാർമിക് സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരുപാട് കാര്യങ്ങൾ തലയിലിരിക്കുമ്പോൾ ഒന്നിലൊന്നിലും ശ്രദ്ധയില്ലാതെ അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിക്കണം. ദെൻ ക്വീൻ ഓഫ് വാണ്ട്സ് ആണ്. വാണ്ട് എനർജി ആണല്ലോ. ക്വീൻ ഓഫ് വാണ്ട്സ് ആണ്. ഇത് നർച്ചറിങ്ങിൻ്റെ എനർജി ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഈ ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത് കുറച്ച് സ്വന്തമായിട്ട് ധാരണകളുള്ള, സ്വന്തമായിട്ട്
അഭിപ്രായമുള്ള, നേരത്തേതിൽ നിന്ന് മാറി വിഭിന്നമായി ചിന്തിക്കുന്ന ഒരു ഫെമിനൈൻ എനർജിയാണ് ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഈ വാണ്ടുകളിൽ ഈ ക്വീൻസിൽ കുറച്ച് ഈ ഭരിക്കുന്നതാണ്, അല്ലെങ്കിൽ കാർക്കശ്യമുള്ള ആളാണ് ക്വീൻ ഓഫ് സ്വോർഡെങ്കിൽ, ഇതെന്ന് പറഞ്ഞാൽ ഒരു എലൈറ്റഡ് തിങ്കിങ് ഉള്ള, മറ്റ് ഒരു പേഴ്സ്പെക്റ്റീവിൽ ലോകത്തെ കാണുന്ന, അതായത് ചിന്താഗതികൾ കട്ട് ആൻഡ് ഡ്രൈവായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന, എന്ത് തീരുമാനം എടുത്തോ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഈ ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എത്ര ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലത്തിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റും, അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളോട് ആരെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇൻസിസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ വഴിക്കേ പോകത്തുള്ളൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേ പോകത്തുള്ളൂ, നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാൻ ഏറ്റെടുത്താൽ അത് ഉറച്ചു നിന്ന് ചെയ്യുന്ന ഒരാളായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ. ഓക്കെ, അതാണ് ക്വീൻ ഓഫ് വാണ്ടിൻ്റെ എനർജി. കൂടുതലൊരു ഫെമിനൈൻ എനർജി ആയിട്ടാണ് കാണുന്നത്. വളരെ ബോൾഡായിട്ടുള്ളൊരു ഫെമിനൈൻ എനർജിയാണ് കേട്ടോ. ദെൻ ലവേഴ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഒരു ഫിസിക്കൽ യൂണിയനാണ്, ഫിസിക്കൽ യൂണിയൻ ആണ് ഈ ലവേഴ്സിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ് ലവേഴ്സ് എന്ന് പറയുന്നത്. ലവേഴ്സിനിടയ്ക്ക് ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്കിടയിലാണെങ്കിൽ യൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. വളരെ സ്നേഹത്തിൽ, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ പോലും നിങ്ങളിത് വളരെ സ്നേഹത്തിലായിരിക്കും നിൽക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റേഴ്സ് പ്രകടിപ്പിക്കുന്ന ദിവസമാകാൻ സാധ്യതയുണ്ട്. അതാണ് ലവേഴ്സിൻ്റെ എനർജി. മാത്രമല്ല ഇന്നെല്ലാം ഒരു ബാലൻസിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ മൊത്തത്തിൽ കാര്യങ്ങളെ ബാലൻസ് ചെയ്തായിരിക്കും കൊണ്ടുപോകുന്നത്. എല്ലാവരോടും ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. ഇപ്പോൾ ഇന്ന് നിങ്ങൾ എന്തൊരു കാര്യത്തിന് പുറപ്പെട്ടാലും അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഔട്ട്കം ആയിരിക്കും വരാൻ പോകുന്നത്. ദെൻ സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വയറുമായി സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വയറ് കേട്ടോ, ചിലപ്പം പീരീഡ്സിൽ കടന്നു പോകുന്ന ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് പെയിന്, അതിൻ്റെ ക്രംസ്, വേദനകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ദഹനം പ്രശ്നങ്ങൾ വരാം, ഗ്യാസ്ട്രേഷ്യസ് പ്രശ്നങ്ങൾ, പിന്നെ ഫൈബ്രോയിഡ്, അതുപോലെ സിസ്റ്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡയറിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വയറ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിരിക്കും. കാര്യങ്ങളെ കുറച്ചും കൂടെ നിങ്ങൾക്ക് നേരത്തെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, മുമ്പ് ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ കരഞ്ഞ് പോവും, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഇമോഷണലായി പോകുന്ന സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾ നല്ല പുഷ്പം പോലെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. നിങ്ങളിൽ ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഗ്രോ ചെയ്തേക്കുന്നതായിട്ട് നിങ്ങൾ പഠിക്കുന്നു എന്നാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. എത്ര മോശം സാഹചര്യത്തിൽ കൊണ്ട് നിർത്തിയാലും നിങ്ങൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തു വരും. അപ്പോൾ ഇന്നേ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ഈ ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമുള്ള സാഹചര്യങ്ങളിൽ പോയാലും നിങ്ങൾ വളരെ സുഖമായിട്ട് അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ടാണ് ഈ സ്ട്രെങ്ത് കാർഡ് പറയുന്നത്. നെക്സ്റ്റ് 9 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ രാത്രികാലങ്ങളിൽ, അപ്പോൾ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവില്ല. പനിയായിരിക്കാം, ജലദോഷമായിരിക്കാം, ചുമയായിരിക്കാം, തലവേദനയായിരിക്കാം, വയറുവേദനയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായ പേടി കൊണ്ട്, ഉറക്കമില്ലായ്മ കൊണ്ട് ഒക്കെ ബുദ്ധിമുട്ടിയിട്ട് രാത്രിയിൽ ഉറങ്ങാത്ത ആളുകളുടെ എനർജി ഉണ്ട്. അപ്പോൾ രാത്രിയിൽ ഉറക്കമില്ലായ്മ അസുഖം കൊണ്ടായിരിക്കാം, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ആയിരിക്കാം. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് പ്രഗ്നൻസി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഉറങ്ങാതിരിക്കാം. അങ്ങനെയുള്ളവരൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പ്രഗ്നൻസിയിലുള്ള ലേഡീസ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ 9 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദം, ചില ആളുകളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും, നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. കരഞ്ഞായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക. സ്വപ്നം കണ്ട് ഉണർന്നിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഉറങ്ങാത്ത ഒരു രാത്രിയാണ് കടന്നു പോയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തലയ്ക്ക് കനം നിങ്ങൾക്ക് ഇന്ന ദിവസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുതരം മൂഡ് സ്വിങ്സ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതായിട്ടാണ് 9 ഓഫ് സോർഡ്സ് പറയുന്നത്. ദെൻ 5 ഓഫ് സോർഡ്സ് ആണ്. ഇത് നിങ്ങൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ റിസോഴ്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്.
നിങ്ങളെ ഉപയോഗിക്കുക, നിങ്ങളുടെ റിസോഴ്സുകൾ ഉപയോഗിക്കുക, നിങ്ങളെ മുതലാക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും കാര്യം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുക, നിങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് കാര്യം നടത്തുക. നിങ്ങളായിരിക്കും അതിൻ്റെ സഫറിങ് എല്ലാം നിങ്ങളായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നത് മറ്റു പലരുമായിരിക്കും. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് ഇന്നിടം വരെ പോകാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ചാൽ പോകണ്ട, നിങ്ങളെ മുതലാക്കാൻ വേണ്ടി വിളിക്കുന്നതായിട്ടാണെന്ന് വിചാരിച്ചോണം. 5 ഹൗസ് ആരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലാതെ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകില്ല. മറ്റുള്ളവർ എപ്പോഴും അങ്ങനെയാണ്. സ്നേഹം എന്ന് പറയുന്നത് ഒരു പോസസീവ്നെസ്സും സ്വാർത്ഥതയും തന്നെയാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അതിനകത്ത് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. സ്നേഹം വളരെ കൂടിയിട്ട് പോസസീവായി പോവുകയും സ്നേഹം ഭാവിച്ചുകൊണ്ട് സ്വാർത്ഥത കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ചുറ്റുമുള്ളത്. അപ്പോൾ എല്ലാ സ്നേഹപ്രകടനങ്ങളും 100% സത്യമൊന്നുമല്ല. അതിനെ എല്ലാം ഒരു 99% സത്യവും 1% കള്ളവും എന്ന് വിചാരിച്ച് വേണം ഒരു സ്നേഹത്തിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് 5 ഹൗസ് എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചതി, കോമ്പറ്റീഷൻ, ചലഞ്ച്, നിങ്ങൾ ഇമോഷണലി ഹേർട്ട് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടുക, അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും സ്വയം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കരുവാക്കുക, നിങ്ങളെ മുതലാക്കുക, അങ്ങനെയുള്ളൊരു എനർജിയാണ് ഈ 5 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളെ എങ്ങനെയെങ്കിലും വേദനിപ്പിച്ചാലും വേണ്ടില്ല, അവരുടെ കാര്യം നടക്കണം എന്നുള്ള രീതിയിൽ ആരെങ്കിലും മുതലാക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയാൽ നിങ്ങൾ മറ്റുള്ളവരെ മുതലാക്കാൻ പോകരുത്, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനൊന്നും പോകരുത്. ഓക്കെ, അതൊക്കെ പിന്നെ ദിവസം ഈ കർമ്മ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതേ വ്യക്തികളുടെ നമ്മളിപ്പോൾ ഒരാളെ ഇൻസൾട്ട് ചെയ്തു അല്ലെങ്കിൽ ഇമോഷണലി ഹേർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അതൊരു കാർമിക് സിറ്റുവേഷനാണ്, അതൊരു കർമ്മയാണ്. തീർച്ചയായിട്ടും നമ്മൾ അവരനുഭവിച്ച അതേ പെയിനിൽ കൂടെ നമ്മൾ നാളെ ദിവസം പോകേണ്ടി വരും. ആ സമയത്ത് ആരും പറയണ്ട ഈ ആരെ വേദനിപ്പിച്ചത് കൊണ്ടാണോ നമ്മൾ തിരിച്ച് അതേ അനുഭവത്തിലൂടെ പോകുന്നത്, ആ വ്യക്തിയുടെ മുഖം, അവരുടെ വേദനിച്ച ആ മുഖം, അവർ പറഞ്ഞ വാക്ക്, അവരുടെ ദയനീയമായ ആ മുഖം ഉറപ്പായിട്ട് നിങ്ങളുടെ കർമ്മ റിലീസ് ആവുന്ന സമയത്ത്, നിങ്ങൾ ആ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് ഞാൻ ഇയാളോട് ചെയ്തതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. 5 ഹൗസോടാണ് കേട്ടോ. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴും പൈസ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ നിങ്ങളെ മുതലാക്കാൻ, ചൂഷണം ചെയ്യാൻ, മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മളെ എന്താ പറയുന്നത്, ഇനി എങ്ങനെ പറഞ്ഞത്, നമ്മളെ മുതലാക്കുക, ചൂഷണം ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർ അവരുടെ ബെനിഫിറ്റ് ഉണ്ടാക്കും, നമുക്ക് നഷ്ടമായിരിക്കും. ദെൻ 6 ഓഫ് സോഡ്സ്. ഇന്നത്തെ കാർഡ്സിലെന്ന് നോക്കിയാൽ വോണ്ടുകൾ, പിന്നെ ഒരു ലവേഴ്സും സ്ട്രെങ്തും, പിന്നെ വന്നിരിക്കുന്നെല്ലാം സോഡ്സാണ്. 6 ഓഫ് സോഡ്സാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. നല്ല യാത്രയല്ല, സന്തോഷകരമായ യാത്രയല്ല, ദുഃഖകരമായ യാത്രയാണ്. നമ്മൾ ഒരുപാട് ദുഃഖത്തിൽ നിന്നും ആ ദുഃഖത്തിൻ്റെ വേദന അകറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ യാത്ര ചെയ്യുന്നതാകാം. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ്, കടമൊക്കെ കയറിയിട്ട് കടം വീട്ടാൻ വേണ്ടിയിട്ട് കുടുംബത്തിൻ്റെ ദുരിതം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നമ്മൾ വേറെ ഒരിടത്തേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് വല്ലതും ജോലിക്ക് പോകുന്നതാവാം. ഇനി ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ ജോലിയില്ലായ്മയിൽ നിന്നും ജോലിയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻ ബിറ്റ്വീനുള്ള സ്പേസിൽ നിങ്ങൾ ഒരു യാത്ര പോകുന്നതാവാം. ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയിലേക്ക് പോകുന്നതാവാം. കാരണം ഈ 6 ഹൗസോട് പറയുന്നത് സമാധാനമില്ലായ്മയിൽ നിന്നും സമാധാനമുള്ള ഒരിടത്തേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങൾ 6 ഹൗസോട് എന്ന് പറയുന്നത് കടൽ കടന്നു പോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു യാത്ര കാണുന്നുണ്ട്, വിദേശയാത്രയോ വിദേശത്ത് നിന്നുള്ള ആളുകൾ സ്വദേശത്തേക്ക് വരുന്നതോ ആകാം. ഭാരപ്പെട്ടുള്ള യാത്രയാണ്, ദുരിതത്തോടുള്ള യാത്രയാണ്, ഹാപ്പി ആയിട്ടുള്ളൊരു യാത്രയല്ല. ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് സംഘർഷപ്പെട്ടായിരിക്കും ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്ര ചെയ്യുന്ന ആളുകൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മാനസികമായിട്ട് സമ്മർദ്ദപ്പെട്ടിട്ടൊന്നും യാത്ര ചെയ്യേണ്ട, വരാനുള്ളത് വരും. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ദെൻ എംപ്രസ് എനർജിയാണ്. ഈ എംപ്രസ് കുറേ ദിവസം കൊണ്ട് നമുക്ക് വരുന്നുണ്ട്. ഒന്നുകിൽ ആർക്കോ പ്രഗ്നൻസി റിവീൽ ആകാൻ പോകുന്നുണ്ട്. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കാം, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പ്രഗ്നൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു ഗോസിപ്പ് ചുറ്റും നടക്കുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെ മനോഹരിയായി, നിങ്ങൾ ഭയങ്കര സുന്ദരിയായി എന്നുള്ള ഒരു വർത്തമാനം ചുറ്റും. ഇതൊരു ഫെമിനൈൻ എനർജി ആയതുകൊണ്ടാണ് കേട്ടോ. എംപ്രസ് എനർജി എന്ന് പറയുന്നത് ഫെമിനൈനാണ്, മദർഹുഡിൻ്റെ ഒരു സെലിബ്രേഷനാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്, ഹൈ വൈബ്രേഷൻ ഉള്ള ലേഡിയാണ്, ഹൈ മാനിഫെസ്റ്റേഷൻ പവറുള്ള ലേഡിയാണ്, ഭാഗ്യമുള്ള ലേഡിയാണ്, കാണാൻ അതിസുന്ദരിയാണ്, അതുപോലെ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയുള്ളൊരു ലേഡിയാണ്. അതുപോലെ പ്രഗ്നൻസി അത് തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻസി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 50 വയസ്സായവരോടൊന്നും അല്ല കേട്ടോ, പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരോട്. ഇനി വീഡിയോ കാണുന്നവരെല്ലാം പോയി കാർഡ് വാങ്ങിച്ച് നോക്കല്ലേ. ഓക്കെ, അപ്പം എംപ്രസിൻ്റെ എനർജി അതാണ് പറയുന്നത്. പിന്നെ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും. ഇന്നത്തെ ദിവസം കുറച്ച് ക്രിയേറ്റീവായിട്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. അതായത് നിങ്ങൾക്ക്
ക്രിയേറ്റീവ് ആയിട്ടുള്ള പാഷൻസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ചിലർ കുക്ക് ചെയ്യുന്നവരായിരുന്നായിരിക്കും. ഇട സമയം കൊണ്ട് നിങ്ങൾ കുക്കിംഗ് നിർത്തി വെച്ചതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും ആ കുക്കിംഗ് റീസ്റ്റാർട്ട് ചെയ്യുക. ചിലർ ബേക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കേക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ കേക്ക് നിങ്ങൾ ഒരു പാഷനേറ്റ്ലി കൊണ്ടുവന്നിട്ട് ഇട സമയത്ത് നിർത്തി വെച്ചെങ്കിൽ ഇപ്പോൾ വീണ്ടും നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. ഇനി ഗാർഡനിങ് ഇഷ്ടപ്പെട്ടിരുന്നവരാണെങ്കിൽ ആ ഗാർഡനിങ് എല്ലാം ഇടയ്ക്ക് നിർത്തി വെച്ചാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ചെടികളെക്കുറിച്ച് അന്വേഷിക്കുക, സെർച്ച് ചെയ്യുക, ഗാർഡനിൽ പോയി കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എവിടെയാണോ മുറിഞ്ഞു പോയത് ആ ക്രിയേറ്റിവിറ്റിയിലേക്കും ഫെർട്ടിലിറ്റിയിലേക്കും നിങ്ങൾ തിരിച്ചു വരുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആ ഫെമിനിനിറ്റിയുടെ സെലിബ്രേഷൻ നടത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി പേർക്കും ഈ ഒരു പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ഈ എംപ്രസ് എന്ന് പറയുന്നത് കൂടുതലും സെൽഫ് ലവ് ഒക്കെ ചെയ്തിട്ട് വളരെയധികം സമയവും വളരെയധികം പണമൊക്കെ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുക, നിങ്ങളെ തന്നെ അണിയിച്ചൊരുക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുക. പിന്നെ എംപ്രസ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യം ഞാൻ ഓർത്തായിരുന്നു മറന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ എംപ്രസിൻ്റെ എനർജി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. ഈ എംപ്രസ് എനർജിയിൽ ലുക്ക് ഭയങ്കര മാറ്റമാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് പരിപാലിക്കുക, നിങ്ങളുടെ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളെ ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വില കൂടിയ വസ്ത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭംഗിയുള്ള വസ്ത്രങ്ങൾ വാങ്ങിച്ച് ധരിക്കുന്നതായിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ആകൃതിയും നിങ്ങളുടെ രൂപവും ഒക്കെ നിങ്ങൾ മാറ്റുന്നതാണ്. അതായത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളൊക്കെ മാറ്റി നിങ്ങൾ പുതിയ രീതിയിലേക്ക് മാറുന്നതാണ്. നിങ്ങളിൽ ട്രാൻസ്ഫർമേഷൻ വരുന്നതിനെക്കുറിച്ചാണ് ഈ എംപ്രസ് എനർജി പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ സമയം സ്പെൻഡ് ചെയ്യുന്നു, പണം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ്. ഓക്കെ, ദെൻ മൂൺ എനർജിയാണ് വന്നിട്ട് മൂഡ് സ്വിങ്സ് വരാൻ സാധ്യതയുണ്ട്. മൂൺ എനർജി ആയതുകൊണ്ടാണ് കേട്ടോ മൂഡ് സ്വിങ്സ് വരുന്ന. ഫ്ലക്ച്വേറ്റിംഗ് എനർജിയാണ്. ചില സമയത്ത് മോങ്ങാൻ തോന്നും, ചില സമയത്ത് ചിരിക്കാൻ തോന്നും. ഒരു മിക്സഡ് ഭാവമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മൂഡ് സ്വിങ്സിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ചില പേടികൾ നിങ്ങളുടെ മനസ്സിൽ കൂടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ മാനസികമായിട്ട് എന്തൊക്കെയോ ആപത്ത് വരാൻ പോകുന്നൊരു പേടി നിങ്ങളുടെ മനസ്സിൽ വരുന്നതായിരിക്കാം. ഓക്കെ, മനസ്സിലൊരു ഇരുളിമയാണ്, അല്ലെങ്കിൽ എന്തോ വരാൻ പോകുന്നു എന്നൊരു പേടി നിങ്ങൾക്ക് മനസ്സിൽ വന്ന് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ എന്തോ ഒരു ഫ്ലക്ച്വേറ്റിംഗ് എനർജി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷൻ പോലെ വരിക, പേടി വരിക, ആ ഒരു എനർജിയാണ് മൂൺ എനർജി വരുന്നത്. പിന്നെ 4 ഓഫ് സോഡ്സ് പറയുന്നത് കുറേ പേർക്ക് സിക്കാണ്, ആർക്കൊക്കെയോ അസുഖമായിട്ട് തന്നെ കിടക്കുന്നതായിട്ടും കാണുന്നു. കിടക്കുക തന്നെയാണ്, 4 ഓഫ് സോഡ് കിടക്കുന്ന എനർജിയാണ്. നിങ്ങൾ വയ്യാത്തത് കൊണ്ട് കിടക്കുമായിരിക്കും. ചിലപ്പോൾ ചിലർക്ക് ഓവർ വർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. ചിലർക്ക് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവർ റെസ്റ്റ് എടുക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവർ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കണം. നിങ്ങളോട് ഡോക്ടേഴ്സ് റെസ്റ്റ് എടുക്കാൻ 2 വീക്സ് പറഞ്ഞാൽ നിങ്ങൾ 2 വീക്സ് തന്നെ റെസ്റ്റ് എടുക്കണം. കാരണം ആ 2 വീക്സ് കഴിഞ്ഞാലാണ് നിങ്ങളുടെ ബോഡി പഴയ രീതിയിലേക്ക് വരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മുന്നേ എഴുന്നേറ്റ് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് നടന്നാൽ നിങ്ങൾ ഓക്കെ ആയിരിക്കും മനസ്സുകൊണ്ട്, പക്ഷേ നിങ്ങളുടെ ശരീരം അതിനൊപ്പം വന്നിട്ടുണ്ടാകത്തില്ല. അതിൻ്റെ തിക്തഫലം എന്തായാലും പിന്നീട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എത്ര ദിവസം കിടക്കാൻ പറയുന്നു അത്രയും ദിവസം നിങ്ങൾ കിടന്നോണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും മുറിവുകൾ പറ്റി കിടക്കുന്നവരാകാം, സർജറി പറ്റി കിടക്കുന്നവരാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സിക്കായിട്ട് കിടക്കുന്നവരാകാം. അല്ലെങ്കിൽ ഈ ഓവർ വർക്ക് ചെയ്തേക്കുന്നവരോട് യൂണിവേഴ്സ് പറയാണ് യു ഹാവ് ടു ടേക്ക് റെസ്റ്റ്, നിങ്ങൾ ഇന്നേ ദിവസം റെസ്റ്റ് എടുക്കണം. പിന്നെ 4 ഓഫ് സോഡ് ആയതുകൊണ്ട് തന്നെ മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. പിന്നെ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപകടങ്ങളൊക്കെ കാണാനോ കേൾക്കാനോ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. 4 ഓഫ് സോഡ് ഉണ്ട്. 4 ഓഫ് സോഡ് അത്ര നല്ല കാർഡല്ല, മരണം കേൾക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറലായിട്ടുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഏഞ്ചൽസ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഉണ്ടല്ലോ, ഇനി ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നത് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്? റിമെയിൻ പോസിറ്റീവാണ്. നമുക്ക് പോസിറ്റീവ് അല്ലാത്ത ഇപ്പോൾ ഈ റീഡിങ്സിൽ തന്നെ നമുക്ക് 4 ഓഫ് സോഡ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സാകപ്പാട് നെഗറ്റീവായിട്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഒരു പേടി അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ യൂണിവേഴ്സിനെ തരുന്ന ഗൈഡൻസ് റിമെയിൻ പോസിറ്റീവാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ നെഗറ്റീവായിട്ട് പറഞ്ഞ ഒന്നും എനിക്കുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എനിക്കെല്ലാം പോസിറ്റീവേ വരുള്ളൂ. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഞാൻ ഇന്ന് ഏറ്റവും ഭാഗ്യമുള്ള ദിവസത്തിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ ഏറ്റവും നല്ല വേർഷനാണ് ഇന്ന് പുറത്ത് കാണിക്കുന്നത്. ഇന്ന് എൻ്റെ ദിവസമാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകണം. ഏറ്റവും പോസിറ്റീവായിട്ടിരിക്കണം. അതാണ് റിമെയിൻ പോസിറ്റീവ്.
ദെൻ സെക്കൻഡ് കാർഡ് വന്നിട്ട് ലെറ്റ് ഗോ ആണ്. അല്ലാത്ത വരുന്ന എല്ലാ നെഗറ്റീവ്സിനെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് വിട്ടേക്കാം. അതൊന്നും നിങ്ങൾക്കുള്ളതല്ല. പോയി പണി നോക്കാൻ പറ. അടുത്തത് ഇൻ ദ നിയർ ഫ്യൂച്ചറാണ്. എന്തോ ഒരു കാര്യം നിങ്ങൾ ഡേറ്റ് വെച്ചിട്ട് എന്നത്തേക്ക് നടക്കും എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇൻ ദ നിയർ ഫ്യൂച്ചറാണ്. അടുത്ത് തന്നെ അത് നടക്കാൻ സാധ്യതയുണ്ട്. ട്രസ്റ്റാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്ര അധികം വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക എന്നാണ്. വിശ്വസിക്കണം. എത്രത്തോളം വിശ്വസിക്കുന്നു അത്രത്തോളം ഈ യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ഓക്കെ. ദെൻ ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിന് ഇന്നേ ദിവസം യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്? എന്താണ് ലവേഴ്സിന് ഇന്നേ ദിവസം യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് വർത്ത് വെയിറ്റിംഗ് ഫോർ. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് വെറുതെ അല്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് വർത്താണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തോളാനാണ് പറയുന്നത്. ഡിവൈൻ ടൈമിംഗ് അറ്റ് വർക്കാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സമയം വർക്കിങ്ങിലാണ്. അത് വരുന്നതേ ഉള്ളൂ. റിക്കൺസിലേഷനാണ്. ഒരു ആരോ നിങ്ങളോട് റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അനുരഞ്ജനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് എന്തോ പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ, നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞ് അനുരഞ്ജനപ്പെടാൻ ആരോ ആഗ്രഹിക്കുന്നു എന്നാണ്. അതാരാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ മനസ്സിൽ ആ പേരും വ്യക്തിയൊക്കെ ഉണ്ടല്ലോ. കോഡിപ്പെൻഡൻസിയാണ്. നിങ്ങൾ കോഡിപ്പെൻഡൻസി നല്ലതാണ്, പക്ഷേ അഡിക്ഷൻ കൊള്ളൂല എന്നാണ്. അഡിക്ഷൻസ് ആർ അഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. നിങ്ങൾ പരസ്പരം രണ്ടുപേര് ചേർന്നൊരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ രണ്ടുപേരുടെയും ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ രണ്ടുപേരുടെയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിതമായി ആശ്രയിച്ച് മിതമായി ഡിപ്പെൻഡ് ചെയ്തൊക്കെ ജീവിക്കുക. ഓവറായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് അയാളിൽ മാത്രം ആശ്രയം കണ്ടെത്താതിരിക്കുക. കാരണം ഒരാളിലേക്ക് നമ്മൾ ചുരുങ്ങി പോകുമ്പോഴാണ്, അതായത് നമ്മുടെ ലോകം ഒരാളിലേക്ക് ചുരുങ്ങി പോകുമ്പോഴാണ് അയാൾ ഒന്നും മിണ്ടാതിരുന്നാൽ, അയാളിൽ നിന്നൊരു സ്നേഹം കുറഞ്ഞാൽ, അയാളിൽ നിന്ന് എന്തെങ്കിലും പരിഗണന കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഭൂലോകം മൊത്തത്തിൽ ഇരുനാശം വെള്ളപ്പൊക്കമാവുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ട. കോഡിപ്പെൻഡൻസി ഈസ് ഓക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈസ് ഓക്കെ. അഡിക്ഷൻസ് പാടില്ല എന്നാണ് പറയുന്നത്. അഡിക്റ്റായിട്ട് ഒരിക്കലും മറ്റൊരാളിലേക്ക് നമ്മൾ അഡിക്റ്റായി പോകരുത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉപദേശം. ഉപദേശം നല്ല കേട്ടോ, ചുമ്മാ കാർഡ് വെച്ചിട്ട് പറഞ്ഞാണേ. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് മൺഡേ ആണ്. പോയി നല്ലതായിട്ടൊക്കെ എല്ലാവരും വർക്ക് ചെയ്തിട്ട് വരണം. അടി വഴക്കമൊന്നും ഉണ്ടാവരുത്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. പോസിറ്റീവായിട്ട് മാത്രമല്ല സംഭവിക്കും. ഓക്കെ, താങ്ക് യു.